Good morning. Today going to talk about customer acquisition. Customer relationship management എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5th യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കസ്റ്റമർ അക്വിസിഷൻ. കസ്റ്റമർ അക്വിസിഷൻ റെഫേഴ്സ് ടു ഗെയിനിങ് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമറെ എടുക്കുക അല്ലെങ്കിൽ പുതിയ കസ്റ്റമറെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത്. അക്വയറിങ് ന്യൂ കസ്റ്റമേഴ്സ് ഇൻവോൾവ് പെർസ്യൂഡിങ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് കമ്പനീസ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് അവരെ പിന്തുടർന്ന് കസ്റ്റമേഴ്സിനെ നമ്മൾ ഗെയിൻ ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത്. കമ്പനീസ് ആൻഡ് ഓർഗനൈസേഷൻസ് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ ആസ് എൻ ഇമ്പോർട്ടൻറ്റ് മെഷർ ഇവാലുവേറ്റിംഗ് ഹൗ മച്ച് വാല്യൂ കസ്റ്റമർ ബ്രിങ് ടു ദർ ബിസിനസ്. അതായത് അവർക്ക് ചിലവാക്കുന്ന തുക, അതിനുവേണ്ടി നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും. അതുവഴി നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. സം സക്സസ്ഫുൾ കസ്റ്റമർ അക്വിസിഷൻ സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് കസ്റ്റമർ റെഫറൽ, കസ്റ്റമർ ലോയൽ പ്രോഗ്രാംസ് ആൻഡ് ലൈക്ക്. അതായത് കസ്റ്റമർ റെഫറൻസ്, നമ്മൾ റെഫർ ചെയ്യുന്നത് നമ്മൾ ഓഫറുകളും കാര്യങ്ങളൊക്കെ, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വേറെ ആൾക്ക് റെഫർ ചെയ്ത് കൊടുത്താൽ നമ്മളവർക്ക് ഓഫറുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലോയൽ പ്രോഗ്രാംസ്, ലോയൽറ്റി ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, സ്ഥിരമായിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ ഓഫറുകൾ, പേ ബാക്ക് ഓഫർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന കോസ്റ്റാണ്, കസ്റ്റമറെ റിട്ടേൺ ചെയ്ത് നിർത്താനായിട്ട് വരുന്ന കോസ്റ്റാണ്. കസ്റ്റമർ അക്വിസിഷൻ ഇസ് എ പ്രോസസ് ബ്രിങ് ന്യൂ കസ്റ്റമേഴ്സ് ടു യുവർ ബ്രാൻഡ്. നിങ്ങളുടെ ബ്രാൻഡിലേക്ക് പുതിയൊരു കസ്റ്റമറെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ യു വാണ്ട് ടു ഡു ലീസ്റ്റ് എമൗണ്ട് ഓഫ് വർക്ക് ആൻഡ് സ്പെൻഡ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് മണി ടു ഗെറ്റ്സ് മെനി കസ്റ്റമേഴ്സ് ആസ് പോസിബിൾ ഇൻ ടു ഫോൾഡ്. നമ്മുടെ ഇതിലേക്ക് വരുന്നതിന് ലീസ്റ്റ് എമൗണ്ട് ഓഫ് വർക്ക് അധ്വാനം കുറവും അതുപോലെ തന്നെ മണിയും കുറഞ്ഞിട്ട് വേണം നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനായിട്ട്. ഓൾ പ്രോസസ് ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ഫോളോയിങ് കൺസിഡറേഷൻ. നമ്മൾ അതിനു വേണ്ടി പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഹൗ ദ കസ്റ്റമേഴ്സ് ഫീൽ ആൻഡ് തിങ്ക് ദെൻ സെലക്ടിങ് ദ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റ് ടു ബി പ്രസൻറ്റഡ് ടു. എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ഫീൽ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം. പിന്നെ വരുന്നത് സ്റ്റഡിങ് ദ കസ്റ്റമേഴ്സ് ലിമിറ്റേഷൻ ഓഫ് നോളേജ് പ്രോസസ്സിംഗ് പവർ വിച്ച് ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ് പവർ. അവരുടെ ലിമിറ്റേഷൻ ഓഫ് നോളേജ്, അവർക്ക് ഇതിന് മാത്രം എത്രമാത്രം അറിവുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അറിയുന്ന ഒരാളെ കൊണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ലിമിറ്റേഷൻ ഓഫ് അറിവാണെങ്കിൽ ആ ലിമിറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എക്സസ് ചെയ്ത് പറഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്. കസ്റ്റമർ അക്വിസിഷൻ ടെക്നിക് ചേഞ്ച് ടെക്നോളജിക്ക് ചേഞ്ച് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. കസ്റ്റമർ അക്വിസിഷൻ ഇമ്പോർട്ടൻറ്റ് ഇനി ഏജ് ആൻഡ് സൈസും ഇതനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മണി ടു മീറ്റ് കോസ്റ്റ്, പേ എംപ്ലോയീസ് ആൻഡ് റീഇൻവെസ്റ്റ് ഗ്രോത്ത്. നമുക്കതിന് വേണ്ടി വരുന്ന ബിസിനസ്സിൽ നമുക്കതിന് വേണ്ടിയുള്ള ചിലവുകൾ, എംപ്ലോയീസിന് കൊടുക്കേണ്ട റിവാർഡുകൾ, കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന കൺസ്യൂമേഴ്സ് മൂവ് ത്രൂ ദ ഫണൽ. ഒരു ഫണലിലൂടെയാണ് കൺസ്യൂമേഴ്സ് നമ്മുടെ അവിടേക്ക് കടക്കുന്നത്. ഫസ്റ്റ് ഗെയിൻ അവെയർനെസ് ഓഫ് ദ യുവർ ബ്രാൻഡ്. ഫസ്റ്റ് നമ്മുടെ ടോപ്പ് ലെവലിൽ അവെയർനെസ് ഓഫ് നോളജാണ്. പിന്നെ ദെൻ ആഡ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ദർ കൺസിഡറേഷൻ പൂൾ. പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് കൺസിഡറേഷൻ പൂളിലേക്ക് എത്തും, അതായത് അവരുടെ പരിഗണനയിലേക്ക് എത്തും. മേക്ക് എ ഡിസിഷൻ ടു ബിക്കം ബൈ പേയിങ് കസ്റ്റമർ ഓഫ് യുവർ ബിസിനസ്. പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. ലീഡ് ജനറേഷൻ, ടോപ്പ് ഓഫ് ദ ഫണലിൽ വരുന്നത് ലീഡ് ജനറേഷൻ, നമ്മൾ അതിനെക്കുറിച്ച് അറിയുക, കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മിഡിലാണ് അക്വിസിഷൻ എടുക്കുന്നത്. പിന്നെ കൺവേർഷൻ ഹാപ്പൻസ് ടു ബോട്ടത്തിലെത്തുമ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവും, അത് സർവീസ് അക്വയർ ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കൺവേർട്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നതാണ് ഏറ്റവും അവസാനം വരുന്ന ഫങ്ഷനായിട്ട് വരുന്നത്. ഇതാണ് നമ്മൾ. അപ്പോൾ ഈ ഓരോ പ്രോസസ്സും എങ്ങനെയാണ് വരുന്നത്, അതിന് നമ്മൾ എന്തൊക്കെ ടെക്നിക്സാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അതാണ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.